ധനപ്രതിസന്ധി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച ഫിനാൻസ് വകുപ്പ് ട്രഷറിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം 5 ലക്ഷം രൂപയിൽ കൂടിയ യാതൊരു ബില്ലുകളും പാസ്സാക്കണ്ട എന്നാണ്. അതായത് ശമ്പള ബില്ലുകളല്ലാതെ മറ്റൊരു ബില്ലും പാസ്സാക്കണ്ട എന്നതാണ് ഈ ബുധനാഴ്ച മുതൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ധനപ്രതിസന്ധി വളരെ നേരത്തെ മുതലേ, അതായത് ഈ ഗവൺമെൻറ് ഭരണത്തിൽ വരുമ്പോൾ തന്നെ ധനപ്രതിസന്ധിയോടെയാണ് വന്നത്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണല്ലോ ഈ ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ധനപ്രതിസന്ധി അതിരൂക്ഷമായിരുന്നു. നമുക്കറിയാം 2020-21 ആയപ്പോഴത്തേക്കും KSRTCക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, അങ്ങനെ കോടതി കയറുന്ന അവസ്ഥ ഒക്കെ വന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ തരത്തിൽ ഇങ്ങനെ ക്രമപ്പെടുത്തി വരികയായിരുന്നു. അങ്ങനെ വന്ന് ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ 10 ലക്ഷത്തിൽ, അതായത് ഓഗസ്റ്റ് വരെ 25 ലക്ഷം വരെയുള്ള ബില്ലുകളൊക്കെ പാസ്സാക്കാമായിരുന്നു. അതിനുശേഷം അത് 10 ലക്ഷത്തിലേക്ക് ചുരുക്കി. ആ 10 ലക്ഷത്തിലേക്ക് ചുരുക്കിയതാണ് ഇപ്പോൾ ശമ്പള ബില്ലുകൾ മാത്രം പാസ്സാക്കിയാൽ മതി, ബാക്കി ബില്ലുകളെല്ലാം ക്യൂ സിസ്റ്റത്തിലേക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്യൂ സിസ്റ്റത്തിൽ നിന്ന് പാസ്സാക്കുന്ന ലെവലിലേക്ക് വരണമെങ്കിൽ ഇനി വലിയ തോതിലുള്ള ധന ലഭ്യത ഉറപ്പാവണം. അതെപ്പോഴാകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ നിവൃത്തിയില്ല. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ ഗവൺമെൻറ് അതിനുള്ള ധനാഗമ മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. കാരണം പക്ഷേ ആ കണ്ടുപിടിച്ച മാർഗങ്ങളൊക്കെ സമാഹരിച്ച് സൂക്ഷിച്ച് ഒളിച്ചു വെച്ച് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇനിയും ഫ്രീ ബീസൊക്കെ അനുവദിച്ച് മുമ്പോട്ട് പോകാം. അങ്ങനെ ആ ചെലവുകൾക്ക് വേണ്ടി പണം കരുതി വയ്ക്കാം, ഇലക്ഷൻ നടത്തിപ്പിന് വേണ്ടി പണം കണ്ടുവയ്ക്കാം എന്നൊക്കെ കരുതിയാകാം ഇപ്പോൾ ഇത്ര വലിയ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപാണ് എന്ന് നമ്മൾ ഓർക്കണം. 20 കോടിയോളം ചെലവഴിച്ചുകൊണ്ട് നവകേരള സർവേ നടത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത്. അത് PRD നടത്തേണ്ട ജോലിയാണ്. പക്ഷേ സ്വന്തമായി ആൾക്കാരെ DFൻ്റെ തന്നെ കേഡറ്റ്സിനെ അപ്പോയിൻ്റ് ചെയ്ത് അവരെ കൊണ്ട് സർവേ നടത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോടതി അതിൽ ഇടപെട്ട് അങ്ങനെ ഒരു സർവേ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, അഥവാ അത് ഒരു തരത്തിലും ഖജനാവിലെ പണം കൊണ്ട് ചെയ്തുകൂടാ എന്ന നിർദ്ദേശം വച്ചതും. അങ്ങനെ ആ സർവേ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അതിന് സമ്മതം വാങ്ങാൻ ഒക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ആ സർവേയുമായി മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ അങ്ങനെ ആ സർവേയുടെ പേരൊക്കെ മാറ്റിക്കളഞ്ഞ് ആ സർവേ മറ്റു പല തരത്തിലുമായിട്ട് നടത്തും. കാരണം ആദ്യ ഭരണം കഴിഞ്ഞ് രണ്ടാം ഭരണത്തിലേക്ക് വന്നത് കിറ്റ് കൊടുത്താണ്. ആ കിറ്റ് കൊണ്ടാണ് വീടാന്തരം ഇലക്ഷൻ പ്രചാരണവുമായിട്ട് സഖാക്കൾ പോയത്. ആ കിറ്റിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കിറ്റ് കൊടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ കിറ്റിൻ്റെ സ്ഥാനത്ത് ആണ് ഇങ്ങനെ ലോക കേരള സർവേയുമായി അപ്പോൾ പോകുമ്പോൾ കൈനീട്ടമൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് സന്തോഷിച്ച് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ശുക്രദശ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തി പോരാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞതുകൊണ്ട് മാത്രം ഈ നവകേരള സർവേ നിർത്തലാക്കും. പക്ഷേ പകരം ഉള്ള ഈ ഇലക്ഷൻ പ്രൊപ്പഗാൻഡ വർക്ക് അത് ഖജനാവിലെ പണം കൊണ്ട് തന്നെ സർക്കാർ നടത്തും. സാധാരണ ഈ സർക്കാർ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നോ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കണം, ഇവിടുത്തെ ഈ ഫിസ്ക്കൽ ക്രൈസിസ് അഥവാ ധനപ്രതിസന്ധി ഏത് ലെവലിലാണ് വന്ന് നിൽക്കുന്നത് ഒന്നുകൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്കറിയാം ഈ ഫിസ്ക്കൽ ക്രൈസിസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ ഗവൺമെൻറ് വരുമ്പോൾ തന്നെ ഫിസ്ക്കൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ ഫിസ്ക്കൽ ക്രൈസിസ് CAG റിപ്പോർട്ട് അതാണ് നമ്മൾ കൃത്യമായിട്ട് CAG റിപ്പോർട്ട് ഓരോ പ്രാവശ്യത്തെയും എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫിസ്ക്കൽ ക്രൈസിസിൻ്റെ പ്രോഗ്രസ്, അതായത് ഫിസ്ക്കൽ ക്രൈസിസിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ കടത്തിലേക്ക് എങ്ങനെയാണ് ചുവട് വെച്ച് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് FRBM നിയമം അനുശാസിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഗവൺമെൻറ് മുന്നേറുന്നത്. കാറ്റിൽ പറത്തി ഗവൺമെൻറ് മുന്നേറുന്നു എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വിശാരദരെ കൊണ്ട്, അതായത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന LDF അനുഭാവികളായ
സാമ്പത്തിക വിശാരദരുണ്ട്. അവരൊക്കെ കേരളത്തിൻ്റെ കടം തന്നെ ഒരു കടം സിദ്ധാന്തമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ അത്ഭുതഭരിതരാക്കുന്ന ഒരു കാര്യം. അതായത് കേരളം കടക്കെണിയിലേക്ക് പോകുന്നത് പോലെ FRBM ആക്ടിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്താണ് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തെ സ്നേഹിക്കുന്ന കേരളീയരായ മനുഷ്യർ അത്ഭുതം കൂറുന്ന സമയത്താണ് LDFിൻ്റെ സാമ്പത്തിക വിശാരദർ എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാ LDF വിശാരദരും ഇല്ല. അതായത് LDFിൻ്റെ ഗവൺമെൻറ് പറയുന്ന വഴിയേ പോയില്ലെങ്കിൽ പുറത്താക്കി കളയുമെന്ന ഭയം കൊണ്ടായിരിക്കാം അവരങ്ങനെ പുതിയ സിദ്ധാന്തമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതായത് കടം അപകടകരമല്ല, ഇവിടുത്തെ കടം എത്ര വലുതാണ്, അത്ര വലുതൊന്നുമല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ കടം വലുതല്ല എന്ന് ആ സൈദ്ധാന്തികർ പറയുമ്പോൾ നമ്മൾ ഓർക്കണം FRBM ആക്ട് എന്താണ് പറയുന്നത്, നമ്മുടെ കടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഈ പുതിയ സൈദ്ധാന്തികർ പറയുന്നത് FRBM ആക്ട് തന്നെ ഇന്ത്യ പോലെയുള്ള ഒരു വികസ്വര രാഷ്ട്രത്തിന് ചേരുന്നതല്ല, അത് വികസിത രാഷ്ട്രങ്ങളുടെ സിദ്ധാന്തമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആ സിദ്ധാന്തം അവിടെ ഇരിക്കട്ടെ. സാധാരണ രീതിയിൽ ഇന്ത്യയിൽ ആ സിദ്ധാന്തവും ആ സൈദ്ധാന്തികരും അധികം താമസിയാതെ അദൃശ്യരായി പോകും, അല്ലെങ്കിൽ വിസ്മൃതിയിലാണ്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ പഠിച്ച സാമ്പത്തിക ശാസ്ത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ FRBM ആക്ട് ഇന്ത്യയിലും കേരളത്തിലും അനുപേക്ഷണീയമാണ്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് FRBM ആക്ട് കൊണ്ടുവന്നത്. എപ്പോഴായിരുന്നു FRBM ആക്ട് കൊണ്ടുവന്നത്? ഓർമ്മയുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്. അതായത് 1997 ഒരു ശമ്പള പരിഷ്കരണം കേന്ദ്ര ഗവൺമെൻറ് നടത്തി. ആ ശമ്പള പരിഷ്കരണത്തിൽ 40% മുതൽ 60% വരെ ശമ്പള വർധനവ് വരുത്തി. അങ്ങനെ വരുത്തിയപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാന ജീവനക്കാരും ഞങ്ങൾക്കും അതേ സ്കെയിലിൽ തന്നെ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് ബഹളമുണ്ടാക്കി, യൂണിയൻസ് എല്ലാം ചേർന്ന്. അപ്പോൾ അതായത് അതുവരെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ജീവനക്കാർക്കും വളരെ താഴ്ന്ന ശമ്പളമായിരുന്നു, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും. അങ്ങനെ അവർ ശമ്പളം 40 മുതൽ 60% വരെ വർദ്ധിപ്പിച്ചപ്പോൾ, കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾക്കും അത് വേണം എന്ന് പറഞ്ഞ് വാശിയല്ല സമരങ്ങളിലേക്കും നീങ്ങിയപ്പോൾ നിവൃത്തിയില്ലാതെ സംസ്ഥാനങ്ങളും അങ്ങനെ ശമ്പള പരിഷ്കരണം നടത്തി. പരിണത ഫലം എന്തായിരുന്നു? 40% മുതൽ 60% വരെ ഒറ്റയടിക്ക് ശമ്പള വർധനവ് വരുത്തിയതോടെ എല്ലാ സംസ്ഥാന ഖജനാവുകളും കാലിയാകുന്ന മട്ടിലായി. അങ്ങനെ സംസ്ഥാനങ്ങളും അതോടൊപ്പം ഇന്ത്യയും വീണ്ടും ഒരു കടക്കണിയിലേക്ക് 1990 അവസ്ഥയിലേക്ക് വീണ്ടും വരും എന്ന അവസ്ഥ മുന്നിൽ കണ്ടാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പാസ്സാക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, റവന്യൂ ഡെഫിസിറ്റ് 5 വർഷം കൊണ്ട് ഇല്ലാതെയാക്കണം. ഈ വർഷം നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് GSDPയുടെ 2.12% അതായത് 2002 കൊണ്ടുവന്ന ആക്റ്റാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്. ആ ആക്ട് ആവശ്യപ്പെടുന്നത് 5 വർഷം കൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതെയാക്കണം, റവന്യൂ കമ്മി ഇല്ലാതെയാക്കണമെന്നാണ്. കേരളം മാത്രമല്ല, ഒരു സംസ്ഥാനങ്ങൾക്കും അത് പറ്റിയിട്ടില്ല, കേന്ദ്രത്തിനും പറ്റിയിട്ടില്ല. അപ്പം അതൊരു സത്യമാണ്. റവന്യൂ ഡെഫിസിറ്റ് സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ 2.12% GSDPയുടെ 2.12%. രണ്ടാമത്തെ മാൻഡേറ്റ്, ഈ FRBM ആക്ടിലെ രണ്ടാമത്തെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി GSDPയുടെ 3% നിജപ്പെടുത്തണം. അത് കേരളത്തിൻ്റേത് 3.4% ഇപ്പോൾ നിൽക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാൻഡേറ്റ് സഞ്ചിത കടം അഥവാ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ എടുത്ത കടത്തിൻ്റെ ആഗ്രിഗേഷൻ, അത് കൂട്ടിച്ചേർക്കപ്പെട്ട കടം, ഓരോ വർഷവും കൂട്ടിച്ചേർക്കപ്പെട്ട കടം, അത് GSDPയുടെ 29% ആകാമൂ എന്നാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാൻഡേറ്റ്. അത് LDF ഗവൺമെൻറ് 2016-17 വന്നപ്പോൾ മുതൽ 16-17, 17-18 ഈ 2 വർഷങ്ങളിൽ 29% നിന്നു. അതിനുശേഷമുള്ള എല്ലാ വർഷങ്ങളിലും ബജറ്റ് ഇൻ ബ്രീഫ് എടുത്ത് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതാണ്, എല്ലാ വർഷങ്ങളിലും 29% മുകളിലായിരുന്നു. അത് 38% വരെ പോയ വർഷങ്ങളുണ്ട്. ഈ വർഷവും അത്
33% നിൽക്കുന്നത്. ഈ ബജറ്റിലും അത് 33 മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യ 2 കണ്ടീഷൻസ്, അതായത് റവന്യൂ കമ്മി ഇല്ലാതെയാക്കൽ, ധനക്കമ്മി 3% ഇക്കാര്യത്തിലൊക്കെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഇപ്പോഴും ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ കടം 29% നിജപ്പെടുത്തണം എന്ന കാര്യം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പൂർത്തിയാക്കി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളം UDF ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്ന 2012-13 മുതൽ 15-16 വരെയുള്ള വർഷങ്ങളിലും സഞ്ചിത കടം 29% തന്നെയായിരുന്നു. അതിനുശേഷം 18-19-20 ഈ വർഷങ്ങൾ തൊട്ടാണ് ഈ സഞ്ചിത കടം വലിയ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങിയതും അതിപ്പോൾ 33% മുകളിലാണ് ഇപ്പോഴും എത്തി നിൽക്കുന്നത്. പക്ഷേ ഈ UDF ഗവൺമെൻറ് സഞ്ചിത കടം എന്ന് പറഞ്ഞ് 29% താഴെ നിർത്തിയിരുന്നപ്പോൾ പോലും കിഫ്ബിയോ അല്ലെങ്കിൽ KSSPL അതായത് 2 പ്രത്യേക ഈ LDF ഗവൺമെൻറ് കൊണ്ടുവന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്, കടമെടുക്കുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. 2016-17 1999 LDF ഗവൺമെൻറ് പാസ്സാക്കിയതാണ് കിഫ്ബി നിയമം. അസംബ്ലി വഴി അങ്ങനെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊണ്ടുവന്നതാണ്. പക്ഷേ അത് 1999 ശേഷം പ്രവർത്തനക്ഷമമായത് 2016 LDF ഗവൺമെൻറ് ഭരണത്തിൽ വരുമ്പോഴാണ്. അങ്ങനെ അന്ന് മുതൽ ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വഴി കടമെടുക്കാൻ തുടങ്ങി. നമുക്കറിയാം അത് വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് നമ്മളെ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലൊക്കെ എത്തി എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് അത് അംഗീകരിക്കില്ല. പക്ഷേ നോക്കുക, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തരുന്ന കൃത്യമായ കണക്കുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തരുന്ന കണക്ക് എങ്ങനെയാണ് ആ കണക്ക് നോക്കാം. 2024 മാർച്ചിൽ കിഫ്ബി തന്നിരിക്കുന്ന ഒരു കണക്കുണ്ട്. അതായത് ബജറ്ററി ബോറോയിങ് 2024 മാർച്ചിൽ CAG തരുന്ന റിപ്പോർട്ടിൽ പറയുന്ന കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ബജറ്ററി ബോറോയിങ് അതായത് 2024 ബജറ്റ് വഴി സംസ്ഥാന ഗവൺമെൻറ് ബോറോ ചെയ്തത് 3.85 ലക്ഷം കോടിയാണ്. അപ്പോൾ കിഫ്ബി വഴി എടുത്ത കടം 5109 കോടി. രണ്ടാമത് ഉള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. അതായത് പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ, ഏത് പെൻഷൻകാർക്ക്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി സൃഷ്ടിച്ച സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണിത്. ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പ്രവർത്തിക്കുമ്പോഴാണ് 5-6 മാസമൊക്കെ 4-5 മാസമൊക്കെ കുടിശ്ശികയാകാറുള്ളത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് ഓർക്കണം. അപ്പം അതുവഴി എടുത്ത കടം 2949 കോടി. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്ത ബോറോയിങ്, അതായത് തുടങ്ങിയ കാലം പ്രീവിയസ് ഇയേഴ്സിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കിഫ്ബിയും 2016 മുതൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ KSSPL കിഫ്ബിയും. അപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ കിഫ്ബിയും KSSPL എടുത്ത കടം എല്ലാം കൂടി ചേർന്ന് 21,417 കോടി. അങ്ങനെ CAG ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയെടുത്തപ്പോൾ 4,14,475 കോടിയായിരുന്നു 2024 മാർച്ചിലെ കേരളത്തിൻ്റെ കടം. 4,14,475 കോടി. അപ്പോൾ അങ്ങനെ വന്നു എന്ന് മാത്രവുമല്ല, 2025-26 ആയപ്പോൾ 2025-26 വർഷത്തിൽ എടുക്കാൻ ഗവൺമെൻറ് ബജറ്റിൽ പറഞ്ഞിരുന്ന കടം തന്നെ 4,81,997 കോടിയായിരുന്നു. അതിൻ്റെ കൂടെ കിഫ്ബി കടവും എല്ലാം കൂടി ചേർത്ത് 6 ലക്ഷം കോടി കടത്തിൽ നിൽക്കുകയായിരുന്നു 2025-26 കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മൾ അപ്പോൾ ആ 6 ലക്ഷം കോടി കടത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ ബജറ്റും പുതിയ ഇലക്ഷനും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കടം 6 ലക്ഷം കോടിയിലെത്തിയിരിക്കുകയാണ്. ഇത് GSDPയുടെ എത്ര ശതമാനം വരും? ഏകദേശം 38-39% വരും. 29% നിർത്തേണ്ട കടമാണ് ഇതുപോലെ 38-39% വരെ പോയിരിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ ധനപ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒന്നാമത് ഈ കടമെടുക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇവിടെ ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം, ഈ കടമെടുക്കുന്നത് എന്താണ് ചെയ്യുന്നത്? കടമെടുക്കുന്നത് ധനതത്വശാസ്ത്രപ്രകാരം മൂലധന നിക്ഷേപത്തിന് വേണം ഉപയോഗിക്കാൻ. അതായത് സോഷ്യൽ
മൂലധനത്തിനാകാം, അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം മുതലായ മേഖലകളിലെ മൂലധന നിക്ഷേപത്തിനാകാം. അതോടൊപ്പം ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം, ഭൗതിക അടിസ്ഥാന, അതായത് റോഡ്, പാലം, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തരം ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും ഉപയോഗിക്കാം. അപ്പോൾ അതായത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനോ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനോ വേണ്ടിയായിരിക്കണം കടമെടുക്കുന്ന പണം ഉപയോഗിക്കുക. അതായത് കടമെടുക്കുന്നത് പ്രത്യുൽപാദനപരമായ മേഖലകളിൽ ചെലവഴിക്കാനാണ് എന്നർത്ഥം. അങ്ങനെ പ്രത്യുൽപാദനപരമായ മേഖലകളിൽ ചെലവഴിക്കാൻ വേണ്ടി എടുക്കുന്ന കടമാണ് ഗവൺമെൻറ് പലിശ കൊടുക്കാൻ. CAG എന്താ പറയുന്നത്? കടമെടുക്കുന്നതിൻ്റെ 98% പലിശ കൊടുക്കാൻ ഉപയോഗിക്കുന്ന സമയമുണ്ട് എന്നാണ് CAG കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര നിരുത്തരവാദപരമായി കടമെടുക്കുകയും ആ കടമെടുത്തതിൻ്റെ പലിശ കൊടുക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഞങ്ങൾ നിങ്ങളെ നേരെ നടത്തുന്നു, നേർവഴിക്ക് നടത്തുന്നു. ഒരു മഹാത്ഭുതമാണ് LDF ഗവൺമെൻറ്. ഈ തരത്തിൽ ഭരണം കൊണ്ടുപോയാൽ നമ്മൾ 2050 ആകുമ്പോഴത്തേക്കും വേറൊരു കേരളം, നവകേരളം കെട്ടിപ്പടുക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് പോകുന്നത് എങ്കിൽ കേരളം എന്ന ഒരു സങ്കല്പം മാത്രമായി മാറില്ലേ എന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിച്ചു പോവുക. കാരണം ആ തരത്തിലാണ് ഈ കടത്തിൻ്റെ കുരുക്കിലേക്ക് കേരളത്തെ കുരുക്കിയിട്ട് ഈ സർക്കാർ സ്വന്തം പോക്കറ്റ് മാത്രം ലാക്കാക്കി ഭരണം നടത്തുന്നത്. ആ ദുസ്ഥിതി തുടരുവോളം കാലം, അതായത് ഈ വീണ്ടും ഒരു മൂന്നാമതൊരു പിണറായി വിജയൻ 3 എന്ന് പറയുന്നത് അവരുടെ സങ്കല്പത്തിൽ മാത്രമുള്ളതായിരിക്കണം. അതായത് യാഥാർത്ഥ്യമായി ഭവിക്കുകയാണ് എങ്കിൽ കേരളത്തിനൊരു മുക്തി ഉണ്ടാവില്ല. കേരളം ഒരു ബംഗാളായി മാറ്റപ്പെടും. ബംഗാൾ LDF 35 വർഷം ഭരിച്ചതിന് ശേഷമാണ് ബംഗാൾ ഒരു തരത്തിലും നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വികസന മുരടിപ്പിലേക്ക് മൂക്കുകുത്തി വീണത്. അവിടെ നിന്ന് എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ 10 വർഷത്തിലേറെയായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിക്ക് അതിനെയൊന്നും നേരെ നിർത്താറായിട്ടില്ല ഇതുവരെയും. അപ്പോൾ നമുക്കറിയാം LDFന് അവിടെ എന്ത് സംഭവിച്ചു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഒരു MP പോലും ഇല്ലാത്ത, ഒരു MLA പോലും ഇല്ലാത്ത, അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ മാറി. അതുമാത്രവുമല്ല, ബംഗാളിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബംഗാളിലെ അടുപ്പിൽ തീ എരിയണമെങ്കിൽ ബംഗാളികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യണമെന്നുള്ള അവസ്ഥയാണ്. പക്ഷേ കേരളത്തെ ആ അവസ്ഥയിലേക്ക് തള്ളിയിട്ടാൽ കേരളത്തിലെ യുവാക്കൾ എവിടെ പോയി ജോലി ചെയ്യും? കേരളത്തിലെ പോലെ മാന്യമായ കൂലിയുള്ള മറ്റൊരു സംസ്ഥാനവും, ഇതുപോലെ ജോലി ലഭ്യമായ മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ജോലി ലഭ്യമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. പക്ഷേ നാമമാത്രമായ കൂലി, അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്ന 362-ൽ താഴെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും നിലവിലിരിക്കുന്ന കൂലി വ്യവസ്ഥ. അപ്പോൾ ആ കൂലി വ്യവസ്ഥയ്ക്ക് കേരളത്തിൽ നിന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുമോ? തീർച്ചയായും ചെയ്യുകയില്ല. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം സാമാന്യ ബുദ്ധിയുള്ളവരാണ്, യുക്തിസഹമായി ചിന്തിക്കുന്നവരാണ് എങ്കിൽ ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടാതെ കേരളത്തെ പിടിച്ചുയർത്താൻ, വാഗ്ദാനങ്ങൾ പാലിക്കാൻ തയ്യാറാകുന്ന ഒരു ഗവൺമെൻറ്റിനെ നാം കണ്ടെത്തണം. അത്തരം കാൻഡിഡേറ്റ്സിനെ മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മൾ ഒരു ഭരണം പടുത്തുയർത്തുന്നതിന് സഹായകമായ നിലപാടെടുക്കണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം.